ഹായ് ഗായ്സ്, വെൽക്കം ടു ബിന്ദുസ് കണ്ണൂർ കിച്ചൺ. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിട്ടുള്ളത്. ഇന്ന് ഞാനൊരു ചോപ്പിങ്ങിൻ്റെ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത്. അത് ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നോവയുടെ മിനി കട്ടറിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ ചെയ്തതാണ്. അപ്പോൾ അത് പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് ഓൺലൈനിൽ വാങ്ങിയതാണെന്നൊക്കെ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ദുബായിലൊക്കെ വരുമ്പോൾ ഞാൻ അത് ഇങ്ങോട്ട് എടുത്തിട്ടില്ല, നാട്ടിൽ തന്നെ വെക്കുകയാണിത്. ദുബായിൽ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ആ ടൈപ്പിലുള്ള ചോപ്പർ കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേറെ ടൈപ്പാണ് കിട്ടിയത്. അതായത് ഇത് ചരടിൽ വലിക്കുന്നതാണ്. നോവൻ്റെ മിനി കട്ട് ചരടിൽ ഇങ്ങനെ വലിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് ചരടില്ലാതെ തന്നെ ഹാൻഡിൽ വെച്ച് റൊട്ടേറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു മെഷീനാണ്. നോവയുടെ മിനി കട്ടർ നല്ല യൂസ്ഫുൾ തന്നെ ആയിരുന്നു. പക്ഷേ അതിൻ്റെ ചരടിന് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഒന്നിനും കൊള്ളില്ല. ഇപ്പോൾ ഞാൻ ഇവിടെ ദുബായിൽ നിന്ന് വാങ്ങിയ ഈ ചോപ്പർ എനിക്ക് നോവയുടെ ആ മിനി കട്ടിനെക്കാട്ടിയും കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിൻ്റെയും കൂടി ഒരു റിവ്യൂ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചൊരു വീഡിയോ ഇടുന്നത്. നോവയുടെ മിനി കട്ടറിൻ്റെ ആ ചരടൊക്കെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ടോപ്പ് ഭാഗം അങ്ങനെ കൂടുതൽ വെള്ളം തൊട്ട് കഴുകാതെ പിന്നെ ഒരു തുണി നനച്ച് തുളച്ച് വെച്ചാൽ മതി എന്ന് ജിലൂസ് തട്ടുകട എന്ന ചാനൽ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കമൻറ്റ് ഞാൻ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നോവയുടെ മിനി കട്ടിനെ കുറിച്ചുള്ള വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ ഒന്നെൻ്റെ ചാനലിൽ വീഡിയോ കണ്ടു നോക്കണേ. ഇനി ഞാനിപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിയ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ പറയാം. അതായത് ഇത് എനിക്ക് ഇപ്പോൾ ഉപയോഗിച്ച് ഞാൻ കുറച്ച് ദിവസമായി ഇത് ഉപയോഗിക്കുന്നത്. എനിക്കിപ്പോൾ ഉപയോഗിച്ചിട്ട് വളരെ നല്ല ഒരു യൂസ്ഫുള്ളായ ഒരു മെഷീൻ തന്നെ കട്ടർ തന്നെയായിട്ടാണ് തോന്നിയത്. അതുകൊണ്ടാണ് പിന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. അതിനകത്ത് ഒന്നാമത് നല്ല ഉപയോഗിക്കാനും എളുപ്പമാണ്. ഈ ചരടിൻ്റെ പ്രശ്നമൊന്നുമില്ല, പെട്ടെന്ന് എനിക്ക് കംപ്ലൈൻറ്റ് ആവില്ല എന്നാണ് തോന്നുന്നത്. ഈ പ്രൊഡക്റ്റിനൊരു ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് അതിൻ്റെ പിന്നെ വെള്ളം ഒഴിക്കുന്ന ആ ഭാഗത്തോട്ട് വെക്കുന്ന ടോപ്പാണ്. ഇത് മുട്ടയൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പിന്നെ അതിൻ്റെ ഒരു സംഭവം. ഇത് നമുക്ക് എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളൊരു സംഭവമാണ്. ഇത് നമുക്ക് സാലഡിലുള്ള വെള്ളമൊക്കെ, സാലഡ് ലീഫിനകത്തുള്ള വെള്ളമൊക്കെ കളയാനും മീറ്റിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ കളയാനൊക്കെ വളരെ യൂസ്ഫുള്ളായ ഒരു സ്പിന്നറാണത്. ഈ മെഷീനിൻ്റെ ബോക്സിൻ്റെ മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇത് ഈ മെഷീൻ യൂസ് ചെയ്ത് എന്തെല്ലാം ചെയ്യാം എന്നുള്ളത്. അതൊക്കെ ഇവിടെ നല്ല ഇതുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അവർ. അതിപ്പോൾ ഒരു കേക്കൊക്കെ ഉണ്ടാക്കാൻ അതിൻ്റെ മിക്സർക്ക് അതിനകത്ത് റെഡിയാക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കേക്കിൻ്റെ മിക്സ് ചെയ്യാൻ റെഡിയാക്കി നോക്കിയിട്ടില്ല. പിന്നെ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്യുന്നത് അത് ഞാൻ കാണിച്ചു തന്നല്ലോ. ഈ പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ താഴെ തന്നെ ഒരു ഹോൾസെയിലിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. ഇറാനികളുടെ ഹോൾസെയിൽ ഷോപ്പ് അവിടെ നിന്ന് വാങ്ങിയതാണ്. ഗവൺമെൻറ് പിന്നെ ചോപ്പർ എന്നിട്ട് അതിൻ്റെ പേര് കാണിക്കുന്നത്. അപ്പം അത് ഞാൻ ഇവിടെ ഇപ്പം 15 ദിർഹംസിനാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. നാട്ടിലെ ഒരു 300 രൂപ മാത്രമേ ഇതിനിപ്പോൾ വില ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 300 രൂപക്കൊക്കെ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് കിട്ടുകയെന്ന് വെച്ചാൽ നല്ല ലാഭമാണ്. അതായത് ഇപ്പോൾ നമുക്ക് ജ്യൂസിനൊക്കെ ഐസ് ഒക്കെ ക്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐസ് ക്രഷ് ചെയ്യാനും, അതായത് മിക്സ് ആൻഡ് മേക്ക് പാസ്ട്രീസ്, സെപ്പറേറ്റ് എഗ് വൈറ്റ്സ്, അതായത് പാസ്ട്രീസ് എല്ലാം മിക്സ് ചെയ്യാനും കൂടി ഇതിൻ്റെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ സെപ്പറേറ്റ് ആക്കി വെച്ച എല്ലാ പാർട്സും ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് നോക്കാം. ഇതിൻ്റെ ഹാൻഡിൽ, അതായത് ഹാൻഡിൽ ഇങ്ങനെയുള്ളത് കൊണ്ട് നല്ല യൂസ്ഫുൾ. അത് പിടിച്ചിട്ട് ചെയ്ത് കൊടുക്കാം. പക്ഷേ നമുക്ക് മറ്റേ നോവേൻ്റെ ചോപ്പറിന് ഹാൻഡിലൊന്നും ഉണ്ടായിട്ടുണ്ടായില്ല. ഈ ഒരു ടോപ്പ് ഇതിനകത്ത് ലിക്വിഡ് ടൈപ്പ് എന്തെങ്കിലും ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ പുറത്തേക്ക് തെറിക്കാതിരിക്കാൻ അതിൻ്റെ ഒഴിക്കുന്ന ഭാഗത്ത് കണക്ട് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ പുറത്തൊന്നും തെറിക്കില്ല. ബ്ലേഡ് 3 ഇതിലായിട്ടുള്ള ബ്ലേഡാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നല്ല മൂർച്ചുള്ള ബ്ലേഡാണ്. അത് നല്ലതുപോലെ തന്നെ ഇപ്പോൾ കട്ട് ചെയ്തെടുക്കേണ്ടെങ്കിൽ നല്ല ഇതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഈ ടോപ്പ് ഇത് നല്ല സ്ട്രോങ് തന്നെയുള്ളൊരു ടോപ്പാണ്. അതിൻ്റെ ഹാൻഡിലോ സെപ്പറേറ്റ് ഇങ്ങനെ ഫിറ്റ് ചെയ്യാനുള്ളതാണ്. അത് അയച്ച് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഞാനായതുകൊണ്ട് ഇതിൻ്റെ എല്ലാ പാർട്ടും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ട് നല്ല ഇത് പിന്നെ തിരിക്കാൻ അത്ര വലിയ ടൈറ്റൊന്നുമില്ല. പെട്ടെന്ന് ടൈറ്റ് പിന്നെ തിരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെയുള്ളത് ഈ പിന്നെ എഗ് യോക്ക് എഗ് വൈറ്റും സെപ്പറേറ്റ് ചെയ്യുന്നത് ഈ ടോപ്പിൻ്റെ മുകളിൽ തന്നെ ആ സംഭവം വെക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് എഗ്ഗ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ എഗ്ഗ് വൈറ്റ് താഴോട്ട് പോകും, എഗ് യോക്ക് ഇതിൻ്റെ അകത്ത് തീർന്ന് നിൽക്കും. ഇത്രയാണ് ഈ മെഷീനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇത് വെച്ച് ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ കൂടി ഈ വീഡിയോനകത്ത് ഉൾപ്പെടുത്തുകയാണ്. എന്തൊക്കെയാണ് കട്ട് ചെയ്തത്, എങ്ങനെയൊക്കെ യൂസ് ചെയ്തെന്നുള്ളത്.
ഈ ചോപ്പറിൽ വെച്ച് ചീര കട്ട് ചെയ്ത ഒരു വീഡിയോ ഞാൻ കാണിക്കുകയാണ്. അതായത് ചീര നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഇതിൻ്റെ സ്പിന്നറിലിട്ടിട്ട് അതിൻ്റെ വെള്ളം നല്ലതുപോലെ കളയുക. ഇങ്ങനെ ഇതിനകത്ത് സ്പിന്നറിനകത്തേക്ക് ചീര വെക്കുക. അതിന് ശേഷം ടോപ്പ് വെച്ച് ഒന്ന് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ ചീരയിനകത്തുള്ള വെള്ളം മുഴുവനായിട്ട് പോകും. ഇതുപോലെ കറക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ ടോപ്പിൻ്റെ ഭാഗത്തൂടെ വെള്ളം പുറത്തേക്ക് ഒഴിക്കാം. എന്നിട്ട് ടോപ്പ് തുറന്നാൽ മതി. അപ്പോൾ ഇനിയും ഇതിനകത്ത് ചീരനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ ഒന്നും കൂടി കറക്കി കൊടുക്കാം. എന്നിട്ട് നല്ല ഫുള്ളായിട്ട് അതിൻ്റെ അകത്തുള്ള വെള്ളം മുഴുവനായിട്ടും പുറത്തോട്ടേക്ക് വരും. ഇപ്പോൾ ചീരയുള്ള വെള്ളം മുഴുവനായിട്ട് പുറത്ത് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ചീരയും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇപ്പോൾ ഇത്രയും വെള്ളം ചീരയിൽ നിന്ന് പുറത്ത് വന്നതാണ്. അതിനുശേഷം ഇതിനകത്ത് ബ്ലേഡ് മാറ്റി കൊടുത്തിട്ട് പിന്നെ റഫായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ചീര. പിന്നെ പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ഇതുപോലെ ഇട്ട് കൊടുത്ത് ഒന്ന് കറക്കി കൊടുത്താൽ മതി. ചീര തോരൻ വെക്കാൻ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ മുരിങ്ങയിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് തോരൻ വെക്കാം. അത് വെച്ചിട്ട് അത് മുരിങ്ങയിലൊന്നും ആരും കട്ട് ചെയ്യാൻ നിൽക്കില്ല. അപ്പം ഇതേപോലെ വെള്ളമൊക്കെ സ്പിൻ ചെയ്ത് ഇതിനകത്തൊന്ന് ഇട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുരിങ്ങയില നല്ല ചീരേൻ്റെ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് വറുത്തെടുക്കാം. അല്ലെ ഇലയായിട്ട് തന്നെ അങ്ങനെ എടുത്ത് ചില സമയം അത് നമുക്കത്ര ടേസ്റ്റ്, അതിലും നല്ല ടേസ്റ്റ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മുരിങ്ങയിലൊക്കെ വറുത്ത് കഴിഞ്ഞാൽ, അതായത് ഇതിപ്പോൾ ഇങ്ങനെ കറക്കുന്ന സമയത്ത് കുറച്ച് ടൈറ്റ് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ബാക്കോട്ട് വീണ്ടും ക്ലോക്ക് വൈസ് ആണ് തിരിക്കേണ്ടത്. ആൻറ്റി ക്ലോക്ക് വൈസ് ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഒന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ടൈറ്റ് ഉണ്ടെങ്കിൽ അതങ്ങോട്ട് പോകും. മാരിനേറ്റ് ചെയ്യേണ്ട ചിക്കനൊക്കെ വെള്ളം പിന്നെ ഇങ്ങനെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു യൂസ്ഫുള്ളാണ് ഈ ഒരു മെഷീന്. അതായത് ഒറ്റത്തുള്ളി പോലും വെള്ളം ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്താൽ. അതേപോലെ സാലഡ് ലീവ്സ്, ഞാനിപ്പോൾ ഇവിടെ കൊറിയൻഡർ ലീവ്സിൻ്റെ ഒരു ഇത് കാണിക്കുകയാണ്. ഇത് ഞാൻ ഓരോ വീഡിയോസിന് വേണ്ടിയിട്ട് എടുത്ത ഭാഗം ഞാൻ അതിനകത്ത് ആഡ് ചെയ്തേ ഉള്ളൂ. കൊറിയൻ ലീവ്സെല്ലാം ഇങ്ങനെ ഇതേപോലെ വെള്ളം ഒന്ന് വാർത്ത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ഇതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. അതേപോലെ വെളുത്തുള്ളി ഇഞ്ചിന് മെഷീൻ അതിൻ്റെ ബ്ലേഡിൻ്റെ യൂസാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്ത് വെച്ചാൽ മതി. ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ നല്ല എളുപ്പമായിട്ട് ഇത് ചെയ്ത് വെച്ച് പിന്നെ ഫ്രീ ടൈം ഇങ്ങനെ ചെയ്ത് വെച്ച് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ച് നമുക്ക് ആവശ്യത്തിനടുത്ത് യൂസ് ചെയ്യാം. നാട്ടിലൊക്കെ മഴ തുടങ്ങി കഴിഞ്ഞാൽ അധികം കറണ്ട് ഉണ്ടാവില്ല. അപ്പം കറണ്ടൊന്നും ഇല്ലാത്ത സമയത്തും ഇങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് നല്ല യൂസ്ഫുള്ളാണ്. ഇങ്ങനെ ഇതിനെക്കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരുമിച്ച് ക്രഷ് ചെയ്ത് വെക്കുന്നതാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ അധികം ഇങ്ങനെ ക്രഷ് ചെയ്ത് വെക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടാണ്. ഓരോ ഐറ്റംസിന് ചില സമയം ഇഞ്ചി മാത്രം യൂസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വെളുത്തുള്ളി മാത്രം യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാമല്ലോ. അപ്പോൾ ഒരുമിച്ച് വേണ്ടുന്ന സംഭവം വരുമ്പം അത് രണ്ടും ഒരുമിച്ച് എടുത്താൽ മതി. അങ്ങനെയൊക്കെയാണ് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കാറ് ഇതിൽ നിന്ന്. വെളുത്തുള്ളിയും ഇഞ്ചിയും ക്രഷ് ചെയ്ത് വെച്ചിട്ടും പേസ്റ്റാക്കി വെച്ചിട്ടും ഒക്കെ സ്റ്റോർ ചെയ്യുന്ന വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് മിക്സിയിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അതിന് പകരം ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ചെയ്തെടുത്ത് വെക്കാം. അപ്പോൾ ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ ഒന്ന് എൻ്റെ ചാനലിൽ ഇപ്പം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കോ ഐക്കാർഡോ അത് ഇടാം, ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ഇനി ഉള്ളി കട്ട് ചെയ്തെടുക്കുന്നതെന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് യൂസായി തോന്നിയത് ഉള്ളി കട്ട് ചെയ്തെടുക്കുന്ന ഈ സംഭവമാണ്. എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഉള്ളി കട്ട് ചെയ്തെടുക്കാനൊന്ന് ഭയങ്കര മടിയുള്ള കാര്യമാണ്. ഒരേ ടൈമിൽ തന്നെ ഒരു 5 ഉള്ളി വരെ ഇതിനകത്ത് കട്ട് ചെയ്തെടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതായത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ കൂടി പ്രസ് ചെയ്യണം.